يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആളുകളെ പരസ്പരം തെറ്റിക്കാൻ കാരണമാകുന്ന കുശുമ്പും വിദ്വേഷവും പകയും ഈർഷ്യതയും മനസ്സുകളിൽ ഉണ്ടാക്കുന്ന, അതിന് കാരണമാകുന്ന ഒരു മഹാപാതകമാണ്, മഹാപാപമാണ് അദ്വന്ന്, ഊഹം. ഒരാൾ കാഫിറാവാൻ, ഒരാൾ മുശ്രിക്കാവാൻ, ഒരാൾ നരകാവകാശിയാവാൻ കാരണമായിട്ടുള്ള പാതകങ്ങൾ അതിൽ എണ്ണിപ്പറയുമ്പോൾ ഖുർആൻ പറയുന്ന കാര്യമാണ് വന്ന്, അവർ ഊഹത്തെ പിൻപറ്റിയത് കാരണമാണ് എന്ന്. അതുകൊണ്ട് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഊഹം. അതുകൊണ്ട് ഊഹത്തെ പറ്റി നാം ഓരോരുത്തരും വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഊഹത്തെ എടുത്തു നോക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിക്കൊണ്ട് നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട ഊഹമെന്നതാണ്. നിർബന്ധമായും നമ്മളിൽ ഉണ്ടാകേണ്ട ഊഹം എന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഹുസ്നൽ ളന്നി ബില്ലാഹ് മിൻ ഹുസ്നി ഇബാദതിഹി.
നാം അല്ലാഹുവിന് നൽകുന്ന ഓരോ ആരാധനകൾ, ഓരോ ആരാധനാ കർമ്മങ്ങൾ, അതിൽ ഏറ്റവും അഹ്സനായിട്ടുള്ളത്, ഏറ്റവും ഹുസ്ന് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ലത് എന്താണ്? അവനെ പറ്റി സദ്വിചാരം നമ്മളിൽ ഉണ്ടാവുക, അത് ഏറ്റവും നല്ല ആരാധനയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഥവാ നമ്മളെപ്പോഴും അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക. പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ നിരന്തരമായി നന്മകൾ ചെയ്യുന്നവനാണ്, എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള വിചാരം ഒരു മുഅ്മിനുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു സത്യവിശ്വാസി, യഥാർത്ഥ മുസ്ലിം, അവൻ നിരന്തരമായി അള്ളാഹുവിനെ പറ്റി നല്ലത് ചിന്തിക്കുന്നവനാണ്. അള്ളാഹു എനിക്ക് ഇതിലെല്ലാം നന്മ വിധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രയാസം, ഈ ഒരു പരീക്ഷണം, ഈ കുടുംബത്തിലുള്ള ഈ ഒരു പ്രശ്നം, ഇതിലൂടെ അള്ളാഹു എനിക്ക് വല്ലാത്ത നന്മ തരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഈ രീതിയിൽ എന്റെ ജീവിതത്തിൽ ഓരോന്നാക്കി തീർക്കുന്നത് എന്ന് ചിന്തിക്കുന്നവനായിരിക്കും ഒരു മുഅ്മിൻ എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഇബാദത്തായിട്ടുള്ള അള്ളാഹിനെ പറ്റി സദ്വിചാരം എന്നുള്ളത് അത് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിരന്തരമായി ഓരോ കാര്യങ്ങൾ, ഓരോ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതും ഒരു ഇബാദത്താണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. عن جابر بن عبد الله الأنصاري قال سمعت رسول الله صلى الله عليه وسلم. جابر بن عبد الله رضي الله عنه صحابيയാണ്. അദ്ദേഹം പ്രവാചകൻ പറഞ്ഞതായി കൊണ്ട് പറയുകയാണ്, قبل موته بثلاثة أيام. പ്രവാചകൻ മരിക്കുന്നതിന് 3 ദിവസം മുമ്പായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപദേശം നൽകുകയാണ്. ജാബിർ ബിൻ അബ്ദുല്ലയോട് പറയുകയാണ്, ലാ യമൂതന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു അദ്ദന്ന ബില്ലാഹി അസ്സ വജൽ. നിങ്ങൾ അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കാത്തവരായി നിങ്ങൾ മരിച്ചു പോകരുത്. അഥവാ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ട് മരിക്കണമെന്നാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉപദേശിക്കുന്നത്. തീർന്നില്ല. മഹാനായ നബി യഅഖൂബ് നബി അലൈഹിസ്സലാം മക്കളെ നഷ്ടപ്പെടുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയെയും അതുപോലെ തന്നെ ബിന്യാമീനെയും അവിടുന്ന് നഷ്ടപ്പെടുമ്പോ ആ ഒരു സമയത്തും അള്ളാഹു അവരെ എനിക്ക് തിരിച്ചു തന്നേക്കാം എന്ന ചിന്തയാണ്. അങ്ങനെയുള്ള വാക്കുകളാണ്, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാമിൽ നിന്നും ഉണ്ടാകുന്നത്. വല്ലാത്ത മാതൃകയാണ്. ജീവിതത്തിൽ നിന്നും മക്കളെ നഷ്ടപ്പെടുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവിടെയെല്ലാം അള്ളാഹു എനിക്ക് എല്ലാം ശരിയാക്കി തരും, എല്ലാം നന്നാക്കി തരും, നല്ല രീതിയിലാക്കി തരും എന്നുള്ള അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല വിചാരമാണ്. ആ ഒരു വിചാരം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഒരാൾ അള്ളാഹുവിനെ പറ്റി നിരന്തരമായി നല്ലത് ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കടന്നു വരും. അള്ളാഹു ഇതുവഴി എനിക്ക് നന്മ, ഈ ഒരു പ്രയാസം വഴി എനിക്ക് നന്മയാണ് നൽകുന്നത് എന്ന് വിചാരിച്ച് അവന് വീണ്ടും മറ്റുള്ള നന്മകളിലേക്ക് അവന് കടന്നു ചെല്ലും. എങ്കിലും ചില ആളുകളോ അവരുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നന്മകൾ ചെയ്തിട്ടും എത്ര സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചിട്ടും അള്ളാഹു എനിക്ക് ഓരോ പ്രയാസങ്ങൾ തരികയാണ്. കാരണം അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറുമെന്നുള്ളതാണ്. പല ആളുകൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നോക്കിയാൽ മതി. ഒരുപാട് ആളുകളുണ്ട് അവിടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നന്മകൾ ചെയ്ത് ജീവിച്ചവരാ.
പക്ഷെ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ നന്മകൾ വീണ്ടും ചെയ്യും. പക്ഷേ ആ ഒരു പ്രയാസം നീങ്ങാത്ത ഒരവസ്ഥയിൽ അവസാനം അവർ നിസ്കാരമില്ല, അതുപോലെ തന്നെ ആ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരന്തരമായി നമ്മളെപ്പോഴും അള്ളാഹിനെ പറ്റി നല്ലതേ ചിന്തിക്കാവൂ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹ് പറഞ്ഞതായി കൊണ്ട് പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഞാൻ. അപ്പൊ നമ്മള് നിരന്തരമായി അള്ളാഹു എനിക്ക് നല്ലതേ തരുള്ളൂ, ഇതുവഴി എനിക്ക് ഒരുപാട് കൂലി തരും, ഒരുപാട് കൂലി കരസ്ഥാക്ക, ഒരുപാട് പ്രതിഫലം നേടിയെടുക്ക സ്വർഗത്തിൽ, ഇതുവഴി ഈ ഒരു പരീക്ഷണം വഴി, ഈ ഒരു പ്രശ്നം വഴി, എല്ലാവരും തിന്മകൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു നന്മ ചെയ്യുക വഴി എനിക്ക് അല്ലാഹു എന്റെ ദറജ ഉയർത്തിത്തരും സ്വർഗത്തിൽ എന്ന ഒരു ചിന്ത, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കുമെന്നുള്ള ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. പല ആളുകൾ ഇന്ന് അള്ളാഹിനെ പറ്റി വളരെ, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എങ്കിലും ചില ആളുകൾ, ചില പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നും തെറ്റി നിർത്തുകയാണ്, മറ്റൊരു വഴിയിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ്. അവര് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും പാപികളാണ്, നമ്മളെല്ലാവരും പാപികളാണ്, അതുകൊണ്ട് നമ്മൾ നേരിട്ട് ചോദിച്ച അള്ളാഹ് നമുക്ക് തരൂല. എങ്കിലേ അള്ളാഹ് നേരെ തിരിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അള്ളാഹു നേരെ തിരിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. നമ്മളേറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതൊക്കെ കേട്ടിട്ട് ആരാണ്? പണ്ഡിതന്മാരാ പറയുന്നത്. ഒരു തെളിവും നോക്കാതെ ചില ആളുകൾ അത് അന്ധമായി അവര് ആ കാര്യങ്ങളെല്ലാം അനുസരിക്കും, അതങ്ങ് വിശ്വസിക്കുകയാണ്. കൃത്യമായി തെളിവുകളില്ല. എന്നിട്ട് ചോദിച്ചാൽ എന്താ പറയാ? ഇന്ന പണ്ഡിതനാണ് പറഞ്ഞത്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, പാണ്ഡിത്യമുള്ള ആളാണ് എന്നാ പറയാ. കൃത്യമായിട്ടൊരു ഉറപ്പില്ല. എങ്കിൽ അത് ഖുർആൻ പറയുന്നുണ്ട്. ചില ആളുകൾ, അവർ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ പ്രശ്നം എന്താണ്? ഇൻ യത്തബിഉ, അവരെ പിൻപറ്റുന്നവരാണ്, ഇല്ലല്ലന്നെ, റൂഹത്തെ പിൻപറ്റുന്നവരാണ്. ആ പണ്ഡിതൻ പറഞ്ഞല്ലേ, അത് ശരിയായിരിക്കും, മൂപ്പര് കള്ളം പറയില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ മതത്തിലെയും. ക്രിസ്ത്യാനികളെ അവരിലെ പണ്ഡിതന്മാര് പറയുന്നത്, അവര് പറയുന്നതാ, അവര് പണ്ഡിതരാണ്, അവര് പുരോഹിതരാണ്, അവര് പറയുന്ന, അവര് കള്ളം പറയില്ല, അവര് വിശ്വാസമാണ്. അതൊക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. എന്നിട്ടത് വിശ്വസിക്കുക. നേരെ മറിച്ച് നമുക്കൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അള്ളാഹു എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. പ്രവാചകൻ എന്ത് പറഞ്ഞു അത് വിശ്വസിക്കുക. പ്രവാചകൻ പറഞ്ഞത്, അതേപോലെ തന്നെ ആയത്തുകൾ അത് അവതരിച്ച ആ ഒരു സ്വഹാബത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ആ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ എവിടുന്ന് എത്ര തിന്മകൾ ചെയ്തവരാണ്. പ്രവാചകൻ അതാ പഠിപ്പിച്ചത്, 100 ആളെ കൊന്ന ഒരാൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയത്, അല്ലാതെ ഇടയാളന്മാരെ സ്വീകരിക്കുകയല്ല ചെയ്തത്. പ്രവാചകന് പഠിപ്പിച്ചു തന്നിട്ടും നമ്മളത് സ്വീകരിക്കുന്നില്ല. നമ്മള് മറ്റു ചില ആളുകളുടെ വാക്കുകൾക്ക് പിന്നാലെ പോവുകയാണ്. പ്രവാചകനെ നമ്മൾ അനുസരിക്കുന്നില്ല. അള്ളാഹിനെ പറ്റി അവിടെ മോശമായി ചിന്തിക്കുകയാണ്. നല്ല വിചാരമല്ല, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തവനാണ്, അതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരില്ല. അള്ളാഹിനെ പറ്റി നല്ല ചിന്തയല്ല അവനുള്ളത്. അതിന്റെ ഭാഗമായി അവർ ശിർക്കിലേക്ക് എത്തുന്നു. അതുവഴി അവർ സ്വർഗത്തിൽ നിന്നും തടയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലായി മാറുന്നു എന്ന് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് ഖുർആന്റെ പിന്നാലെ പോയി അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിയാന്മാർ എന്നെ പറ്റി ചോദിക്കാൻ പറയാ, ഞാൻ അവർക്കേറെ അടുത്തവനാണ്. നല്ല ആളുകളോട് പറയാ, നല്ല പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. എന്റെ അടിമകളോട്, മനുഷ്യരോട് പറയാനാ പറഞ്ഞത്. തീർന്നില്ല. മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പല ആളുകൾ പ്രവാചകനോട് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, പുറത്തു തരണേ എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന അവസ്ഥ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റാരുണ്ട് പുറത്തു തരാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ പ്രയാസങ്ങൾ അല്ലാഹുവിനോട് പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പാടില്ലാത്ത ഊഹങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായി കൊണ്ട് നിഷിദ്ധമായിട്ടുള്ള ഊഹങ്ങൾ, അതിനെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അവരൊരു ആദ്യമേ ഒരു ഹദീസ് കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇയ്യാകും അദ്ദന്ന അക്ദബൽ ഹദീസ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക, അത് ഏറ്റവും വലിയ കള്ളമാണ്. സംസാരത്തിലെ ഏറ്റവും വലിയ കള്ളമാണ് ഊഹം എന്നുള്ളത്. പല ആളുകൾ ഊഹത്തിനനുസരിച്ച് പലതും ചിന്തിക്കുകയാണ്, പലതും പറയാൻ, മറ്റുള്ളവരോട് പറയാൻ. കൃത്യമായിട്ട് ആ വിഷയത്തിൽ അറിവില്ല, എന്നിട്ട് ഓരോരുത്തരെ പറ്റി ഇല്ലാത്തങ്ങനെ പറയാം. ആരെങ്കിലുമൊക്കെ പറഞ്ഞതുണ്ടാവും, കൃത്യമായിട്ട് ഒരു തെളിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാകുക, അന്നാൾ അങ്ങനെ ചെയ്തു. അത് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരാൾ മറ്റുള്ള ഒരു വ്യക്തിയെ പറ്റി ഊഹിക്കുകയാണെങ്കിൽ അതിന് കാരണമായിട്ടുള്ള 5ഓളം കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് അവന്റെ മനസ്സ് പാപം നിറഞ്ഞതാണ്, ഈമാനിന്റെ കുറവങ്ങേറ്റം അവനിലുണ്ട്. അവനെ മറ്റുള്ളവനെ പറ്റി ഊഹിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവനെ പറ്റി മോശപ്പെട്ടത് ചിന്തിക്കാൻ അതേ അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയുള്ളൂ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. രണ്ടാമതായിക്കൊണ്ട് മുൻവിധിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരോടും ഒരേപോലെ ആവില്ല. ചിലപ്പോ അവരിൽ നിന്നും ഒരാളിൽ നിന്നും മോശപ്പെട്ട ഒരു പ്രവർത്തനം ഉണ്ടായ അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്രതികരണം എടുത്തിട്ട് എല്ലാവരോടും ഇവന് പറഞ്ഞു നടന്നു. അതിനനുസരിച്ച് ഒരു മുൻവിധിയോടുകൂടി ഒരാളെ സമീപിക്കുക, എന്നിട്ട് അവൻ ആ രീതിയിൽ കാണുക. വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും അത് ഉണ്ടാകരുത് നമ്മളിൽ. അതുപോലെ തന്നെ അസൂയ, ഒരാളുടെ നേട്ടം കാണുമ്പോൾ അസൂയ ഉണ്ടെങ്കിൽ ആ ആളുകളിലും ഊഹ അത് ധാരാളമായി ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നാലാമതായിക്കൊണ്ട് അഭിപ്രായ ഭിന്നതകൾ, അതിലേക്ക് ഒരു ഇടുങ്ങിയ സമീപനമാരിലാണുള്ളത്, അവരിലൊക്കെ ഓരോ ഊഹങ്ങൾ അത് കടന്നു വരുമെന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് മുൻ അഭിപ്രായങ്ങൾ, മുൻകാലങ്ങൾ അവൻ ചെയ്ത കാര്യങ്ങൾ, ചിലപ്പോ ആ നാട്ടില് ഒരു കാലത്ത് അവന് മോശപ്പെട്ടവനായിരുന്നു, അതിങ്ങനെ പറഞ്ഞു നടന്ന് അതാണ്ട് നമ്മളെ മനസ്സ് കയറ്റിയിട്ട് അവൻ അങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. അവൻ ചിലപ്പോ മാറിയിട്ട് ആ നാട്ടിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായി മാറിയിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ മുമ്പ് അവൻ ചെയ്ത ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, ഏതൊരു വ്യക്തിയുടെയും കാര്യത്തിൽ നല്ലതേ ചിന്തിക്കാവൂ. നമ്മള് ഏതൊരു വ്യക്തിയുടെയും കാര്യത്തിൽ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നല്ലതേ ചിന്തിക്കാവൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി അവനിൽ തെറ്റായ ഒരു കാര്യം കണ്ടാലും അതിലെ നന്മകൾ നിറഞ്ഞ വശങ്ങൾ, അതാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും, ഇന്നൽ മുഅ്മിന യത്ലുബു അൽ മആദീർ. എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം. സത്യവിശ്വാസികൾ അവർ ഉദ്റകളുടെ പിന്നാലെയാണ് സഞ്ചരിക്കുക. അതെങ്ങനെയാണ്? ഒരാളെപ്പറ്റി ഒരു കുറ്റം കേൾക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരാളെപ്പറ്റി ഒരു മുഅ്മിന്റെ സ്വഭാവമായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒരാളെപ്പറ്റി മോശപ്പെട്ടത് നമ്മൾ കേൾക്കണം. ഒരു മുഅ്മിനിനെ പറ്റി, ഒരു നല്ല ഒരാളെപ്പറ്റി മോശപ്പെട്ട് കേൾക്കണം. ഒരു മുസ്ലിമിനെ പറ്റി മോശപ്പെട്ട ഒന്ന് നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു മുഅ്മിനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ഉണ്ടാകുന്ന കാര്യം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കണം. ഒരു മുഅ്മിൻ അതിനെ എങ്ങനെയാണ് സമീപിക്കുക? അവൻ അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും ഓൻ അങ്ങനെ ചെയ്തത്. അപ്പൊ അതല്ലാന്നറിയാണെങ്കിൽ വീണ്ടും മറ്റൊരു കാരണങ്ങൾ പറയും, ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. അങ്ങനെ 70ഓളം കാരണങ്ങൾ അവൻ പറയുന്നതാണ്. ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒരാളെ പറ്റി മോശപ്പെട്ട് കേട്ടാല് അതങ്ങനെ ആവൂല എന്നാണ്. ഒരു കാര്യം നല്ല ചെയ്യേക്കാരം. ഇപ്പത്തെ കാലത്ത് എന്താ, ഒരു കാര്യം നല്ല ചെയ്യേക്കാരം,
നമ്മൾ അതിനെപ്പറ്റി മോശപ്പെട്ടാണ് ചിന്തിക്കുകയാണ്. നേരെ മറിച്ച് ഒരു കാര്യം ഒരാളെ പറ്റി മോശപ്പെട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ ഒരു സത്യവിശ്വാസി അതിനുള്ള കാരണങ്ങൾ ഓരോന്ന് കണ്ടെത്തുന്നതാണ്. 70ഓളം കാരണങ്ങൾ കണ്ടെത്തും. എന്നിട്ട് 70ാമത്തെ കാരണവും തെറ്റാണ് എന്ന് ഉറപ്പാകുകയാണെങ്കിൽ അവൻ പറയുന്നത് അറിയോ, എങ്കിൽ 71ാമത് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും പറഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറുന്ന. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. മറ്റുള്ളവരുടെ തിന്മകൾ, മറ്റുള്ളവരുടെ പോരായ്മകൾ, അതിന് പിന്നാലെ സഞ്ചരിക്കുന്നവരല്ല മുസ്ലിം എന്നുള്ളത് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി അന്നാർ. പ്രിയമുള്ളവരെ, ഒരാൾ അവന്റെ അഭിമാനം അത് ഒരാൾ സംരക്ഷിക്കുകയാണെങ്കിൽ, ഒരാൾക്കറിയ ചിലപ്പോൾ അവൻ ഇന്ന് മോശപ്പെട്ട പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അവനിങ്ങനെ പാടി നടന്നിട്ടില്ല, അവന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു. അങ്ങനെ സംരക്ഷിച്ച ഒരാൾ അവന്റെ മുഖത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അവന്റെ അവന്റെ അഭിമാനം എന്നുള്ളത് കഅബയോളം ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്, പവിത്രമാണ് എന്നതാണ്. ആലോചിച്ച് നോക്കുക, കഅബയെ പറ്റി ഒരാൾ കുറ്റം പറയാ, നമുക്കത് കേൾക്കാൻ കഴിയോ? നമുക്ക് അതിനെതിരെ നിൽക്കൂലേ, അതിനെതിരെ സംസാരിക്കൂലേ? എങ്കിൽ ഒരു മുസ്ലിമിനെ പറ്റി മോശപ്പെട്ടത് ഒരാൾ പറയുന്നത് കേൾക്കണം, അതിനെതിരെ നമ്മൾ സംസാരിക്കണം എന്നാണ്. അവന് സംരക്ഷണം ഒരുക്കണം എന്നാണ്. അങ്ങനെ സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ, അവന്റെ അഭിമാനം ക്ഷതം വരുത്തുന്നതിൽ നിന്നും നമ്മൾ സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മോശപ്പെട്ട ഊഹത്തിൽ നിന്നും നാം ഓരോരുത്തരും മാറി നിൽക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എത്ര നല്ല സമൂഹമാണെങ്കിലും അവരെ പിടികൂടുന്ന ഒരു വലിയ തിന്മയാണ് ഊഹം എന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പത്നിയായ സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്നു നീങ്ങുമ്പോൾ അൻസാറുകളിൽപ്പെട്ട 2 സ്വഹാബിമാരെ കാണുകയാണ്. ആ ഒരു സമയത്ത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് പറയാണ്, ഇതെന്റെ ഭാര്യ സഫിയയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോ ഈ 2 സഹാബിമാർക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞങ്ങൾ അങ്ങയെ പറ്റി മോശപ്പെട്ട് ചിന്തിക്കോ പ്രവാചകരെ? അപ്പോഴാണ് പ്രവാചകൻ അവർക്ക് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, പിശാച് രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെയെല്ലാം സഞ്ചരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര നല്ല ആളുകളാണെങ്കിലും ഈ ഊഹം എന്നുള്ളത് നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വല്ലാത്ത നഷ്ടമായിരിക്കും. ഉപ്പയും മോനും മകലും, ഭാര്യയും ഭർത്താവും തെറ്റും, കുടുംബത്തിൽ ചിലപ്പോ എല്ലാവരെയും ഒഴിവാക്കി ഒറ്റക്ക് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഒറ്റ ഒരു ഊഹം എന്നുള്ള ആ ഒരു മോശപ്പെട്ട ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഊഹം കടന്നു വരാതിരിക്കാൻ, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി ചിന്തിക്കുക, എല്ലാവരെ പറ്റിയും നല്ലത് ചിന്തിക്കാൻ
നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പണ്ഡിതന്മാർ ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഹൃദയവിശാലതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ വിശുദ്ധിക്ക് വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. രണ്ടാമതായിക്കൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ, അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ എന്താണ്, എല്ലാ മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകളും പേരുകൊണ്ട് മുസ്ലിമാണ്. അവന് ചിലപ്പോ 5 നേരം നിസ്കരിക്കുന്നവനായിരിക്കാം, പക്ഷെ എല്ലാം അറിയണവൻ. എന്താണ് ഒരു തമ്മിൽ എന്താ പ്രശ്നം? ആ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താ പ്രശ്നം? ആ വീട്ടിൽ എന്താ പ്രശ്നം? മൊത്തം അവനറിയണം. അനാവശ്യ കാര്യങ്ങളിൽ തലയിടുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകരുത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതേപോലെ നാലാമതായിക്കൊണ്ട് സഹോദരന്റെ നേട്ടത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുക, അത് നമ്മൾ ശീലിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ അഞ്ചാമതായിക്കൊണ്ട് മനുഷ്യരുടെ സ്വഭാവം വ്യത്യസ്തമാണ്, എല്ലാവരും ഒരുപോലില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരാൾ ചിലപ്പോ അവന്റെ പ്രകൃതമായിരിക്കും അങ്ങനെ, അവനെന്തേലും പറയുമ്പോൾ തന്നെ നമ്മൾ ഊഹിച്ച് അവൻ അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ ഊഹിച്ച് നമ്മുടെ ചിന്തകൾ ആ ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുപോകുന്നത് നമ്മളിൽ ഉണ്ടാകരുത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഹുസ്നുദ്ദന്നുണ്ടെങ്കിൽ അവൻ ലഭിക്കുന്ന നേട്ടങ്ങൾ പണ്ഡിതന്മാർ 4 പ്രധാനമായും വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, റബ്ബിന്റെ തൃപ്തി ഉണ്ടാകുമെന്നതാണ്. രണ്ടാമത്, സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു ഹൃദയം അവനുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമതായിക്കൊണ്ട് ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് സ്വന്തം ന്യൂനതകൾ അവന് തിരിച്ചറിയുമെന്നതാണ്. ചിലപ്പോൾ ഒരാൾ പറയുമ്പോൾ അതെന്റെ ഭാഗത്തുള്ള എല്ലാവർക്കും അബദ്ധം ഉണ്ടാവും, അതുപോലെ എനിക്കും അബദ്ധം ഉണ്ടാവുമല്ലോ, അത് എന്റെ ഒരു അബദ്ധം അവന് ആത്മാർത്ഥമായി തിരുത്തിയതാണ്. അവൻ ആ രീതിയിൽ മനസ്സിലാക്കി സ്വന്തം അബദ്ധങ്ങൾ തിരുത്താൻ കാരണമാകുമെന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സുഉദ്ദന്ന്, മോശപ്പെട്ട ഊഹങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിന്ന് നല്ല ഊഹത്തിന്റെ ആളുകളായി മാറുക. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്. നാദാ, നീ ഞങ്ങൾക്കതെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാദാ, എല്ലാവിധ ശിർക്ക്, ഖുറാഫാത്ത്, ബിദ്അത്ത്, ഹറാമുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമയേകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, കലാപങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചുപോയ ഉപ്പ-ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, അത് അവർക്കെല്ലാവർക്കും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും നാളെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.